നമ്മൾ പടമെല്ലാം കണ്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലെ റിപ്പബ്ലിക് ഡേ വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാളിലോട്ട് വാഹനങ്ങൾ ചാകരയായിട്ട് വരുന്നുണ്ട് ഗൈസ്. അതോടൊപ്പം തന്നെ മാളിലുള്ള ഫ്രണ്ടിലുള്ള ഗാർഡനും നമ്മുടെ ഈ ഒരു പച്ചപ്പാണ് ഈ ഒരു മാൾ ഓഫ് ട്രാവൻകൂറിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. ആസ് യൂഷ്വലായിട്ട് ഇന്ന് ഹോളിഡേയും കൂടെ ആയതിൻ്റെ പേരിൽ പബ്ലിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. വാഹനങ്ങളൊക്കെ ആണെങ്കിൽ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു മാൾ ഓഫ് ട്രാവൻകൂറിൽ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് നമ്മൾ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ചെടിയുണ്ട്. ഈ ഒരു കാണുന്ന ചെടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്ന് അതിൻ്റെ ഒരു കിടില ഒരു വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ നാഷണൽ ഫ്ലാഗ് പൊക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു മാൾ ഓഫ് ട്രാവൻകൂറിൽ ഈ ഒരു ഐ ലവ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു സെൽഫി പോയിൻ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഓരോ ആൾക്കാരും ഇതുപോലെ വന്നിട്ട് മാൾ ഓഫ് ട്രാവൻകൂറിൽ വന്നിട്ട് ഇതുപോലെ സെൽഫി എടുത്തിട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗൈസ്. ഇവിടെ ഒരു ബ്രോ ആണെങ്കിൽ ഫോട്ടോ എടുക്കുന്നു, ഇതവിടെ ആണെങ്കിൽ സെൽഫിക്ക് വേണ്ടി പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മാൾ ഓഫ് ട്രാവൻകൂറിലെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. കുറേ കാലത്തിന് ശേഷമാണ് മാൾ ഓഫ് ട്രാവൻകൂറിൽ നമ്മൾ വന്നിട്ടുള്ളത്. ഫ്രണ്ടിലുള്ള വിഷ്വൽസ് കണ്ടല്ലോ, വിഷ്വൽസ് എല്ലാം നല്ല കളർഫുള്ളായിട്ടുണ്ട്. നമുക്ക് എമർജൻസി ആയിട്ട് ഈ ഒരു ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പാർക്ക് ചെയ്തിട്ട് ആൾക്കാരെ ഇറക്കിയിട്ട് നമുക്ക് പോകാവുന്നതാണ്. നമുക്ക് മാൾ ഓഫ് ട്രാവൻകൂറിൽ ജസ്റ്റ് ഒന്ന് അകത്തൊന്ന് വിശേഷങ്ങൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, 50% ഓഫ്. ഫ്രണ്ടിലൊരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ടൈം വന്ന സമയത്ത്. ഇത്തവണ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് ഉള്ളത്. നമുക്ക് നേരെ അകത്തോട്ട് പോകാം. ഓക്കെ, ഒരു മൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇതുപോലെ ഫോട്ടോസും ബാഡ്ജൊക്കെ വിൽക്കുന്ന ഒരു കട നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ സ്ട്രൈറ്റ് ആയിട്ട് രാമചന്ദ്രൻ്റെ ഒരു ഷോപ്പുണ്ട്. താഴെ വന്നിട്ട് പാർക്കിംഗ് ഡെസ്റ്റിനേഷനാണ്. അജിഫാൻ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ്സ് ആൻഡ് നട്ട്സിൻ്റെ ഒരു ഷോപ്പ് അപ്പുറത്തുണ്ട്. പിന്നെ പൂർവികയുടെ ഒരു ഷോപ്പ്, ഇന്ത്യൻ ടെറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഷോപ്പ്, രാമചന്ദ്രൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനടുത്ത മുകളിലോട്ട് പോകാൻ കഴിച്ചു. മുകളിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലെ ട്രെയിനാണിത്. 100 രൂപയാണ് ഈ ഒരു റൈഡിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ മുകളിലുള്ള കടകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോർച്ച്, ഐമാക്സില്ല, വേറെ മാക്സിൻ്റെ ഒരു ടെക്സ്റ്റൈൽസ്, ജെൻസ് വെയർസ് എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു സംഭവം. A to Z ഐറ്റംസുകളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാണ്. മെയിനായിട്ടും ടെക്സ്റ്റൈൽ ഐറ്റംസുകളൊക്കെയാണ് മെയിനായിട്ടും ഉള്ളത്. അപ്പുറത്ത് പാൻറ്റലൂൺസിൻ്റെ ഒരു ഷോപ്പുണ്ട്, ട്രെൻഡ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്, ബിബ മെറ്റിൻ്റെ ഉണ്ട്, ബിബ ഉണ്ട്, മെട്രോ ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ ഷോപ്സുകൾ. ഓക്കെ, ഇതാണ് നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിലെ എക്സ്പ്രസ് ട്രെയിൻ.
നമുക്ക് ഫസ്റ്റത്തെ ഫ്ലോറിൽ നോക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ഷോപ്സുകൾ കാണാൻ പറ്റും. എസ്പെഷ്യലി എല്ലാം ജെൻസ് വെയർസാണ്. ജെൻസ് വെയർസും ലേഡീസ് വെയർസൊക്കെ കാണാൻ പറ്റും. അതായത് ലെഗിങ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പ്, ഫാൻസി ഐറ്റംസിലൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു കട കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു ഫാൻസിയുടെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റും കൂടെ നമുക്ക് കാണാൻ പറ്റും. ചപ്പൽസ്, സാൻഡൽവുഡ്സിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കട ഈ ഒരു സൈഡിലും ഉണ്ട് ഗൈസ്. പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സ് ആണിത്. അതോടൊപ്പം തന്നെ നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്തും അലൻ സോളിയുടെ ഒരു ഷോപ്പുണ്ട്, ജോക്കി, അങ്ങനെ ഇഷ്ടംപോലെ ഷോപ്സുകൾ. നമുക്കിത് മുകളിൽ നോക്കി താഴോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വേണ്ട ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ചിട്ടുള്ള ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഡെക്കറേഷനും പരിപാടിയും പ്രോഗ്രാംസൊക്കെയാണ് അവിടെ നടക്കുന്നത് ഗൈസ്. ജുവൽ ഹട്ട്, ജുവൽസ്, ലെഗിങ്സിന്, ബിബ, മെട്രോ, പാൻറ്റലൂൺസ്. ഓക്കെ, നമുക്കിനി അടുത്ത മുകളിലോട്ടാണ് പോകേണ്ടത് ഗൈസ്. ഇതിലേക്കൂടെ കറങ്ങി ജസ്റ്റ് ഒന്ന് കറങ്ങി അതിലേക്കൂടെ പോകാം നമുക്ക്. ഇത് അവിടെയാണ് എസ്കലേറ്റർ ഉള്ളത്. ലേഡീസിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ ഒരു സെഷൻസൊക്കെ ഉള്ള ഒരു കടയാണ്. നമുക്കിനി അടുത്ത നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട്, സെക്കൻഡ് ഫ്ലോർ മാത്രമേ ഉള്ളൂ, ലാസ്റ്റ് ഫ്ലോറാണ്. അവിടെയാണ് ഫുഡ് കോർട്ട് ഉള്ളത്. ഓക്കെ, അതിനുശേഷം ഏറ്റവും മുകളിൽ ടോപ്പിൽ പാർക്കിംഗ് ഏരിയ ആണ്. അസ്യൂഷ്വലായിട്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷേ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് മാൾ ഓഫ് ട്രാവൻകൂറിലെ ഒരു വിശേഷങ്ങൾ കവർ ചെയ്യുന്നതിൻ്റെ പേരിലാണ് എല്ലാം ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, ഫുഡ് കോർട്ട് ഇന്ന് ഹോളിഡേ അതിൻ്റെ പേരിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ഓട്ടിച്ചൊന്ന് കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസുകളുണ്ടെന്നുള്ളത്. ഫുഡ് കോർട്ടിൽ അത്യാവശ്യം പബ്ലിക്കുണ്ട്. പിസ്സ ഹട്ട്, ഷിഫ മിൽ, സബ്വേ എന്നൊക്കെ പറഞ്ഞ കുറേ ഐറ്റംസിൽ, KFC ചിക്കൻ ഐറ്റംസിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളും ഉണ്ട്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. ഇനി അടുത്ത ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നമ്മുടെ പ്ലേയാസയുടെ കിഡ്സിന് വേണ്ടിയുള്ള സെഷൻസാണ്. കിഡ്സിന് വേണ്ടിയുള്ള ഗെയിമിങ്ങും അതോടനുബന്ധിച്ചിട്ടുള്ള സെഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഇവിടെ ചായ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടുത്തെ ചായയുടെ പ്രത്യേകത 10 രൂപയ്ക്ക് ചായ കിട്ടും. അതോടൊപ്പം തന്നെ സ്നാക്സ് ഐറ്റംസിലൊക്കെ റീസണബിൾ റേറ്റാണ്. പിന്നെ ഇബാക്കോടെ ഐസ്ക്രീംസിൻ്റെ സെൻറ്റർ. ഇത് വന്നിട്ട് ആക്ച്വലി നമുക്ക് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് വെയിറ്റ് ഇട്ട് തൂക്കി എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഗൈസ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇത് അവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ടോണി ആൻഡ് ഗൈ ഷൂട്ടിംഗ് സോണ്, ഒരു ചെറിയൊരു ഔട്ട്ലെറ്റൊക്കെ ഉണ്ട്. ലെൻസ് മാജിക് എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട്. നമുക്കിനി അടുത്ത ലാസ്റ്റത്തെ അവിടെ കാർണിവൽ സിനിമാസിലും കൂടെ കയറി പടം കണ്ടതിന് ശേഷമാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇവിടെ ഫ്രണ്ടിൽ അതിൻ്റെ തൊട്ടടുത്ത DC ബുക്സിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റും കൂടെ ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ നേരെ കാർണിവൽ സിനിമാസിലോട്ട് കയറി. അതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് ഇവിടെയും ഷൂട്ടിംഗ് സോണുണ്ട്, സ്പ്രേ, മസാജിങ് സെൻറ്റേഴ്സ്, ചെറിയ രീതിയിലുള്ള ഡ്രസ്സ് ഐറ്റംസിൽ, കുർത്താസ്, നൈറ്റ് ഐറ്റംസിലൊക്കെ വിൽക്കുന്ന ഒരു കടകൾ കാണാൻ പറ്റും. ഇവിടെ അസ്യൂഷ്വലായിട്ട് നമ്മൾ വരുന്ന സമയത്ത് എപ്പോഴും കളർഫുള്ളായിട്ടുള്ള കുറേ ഡ്രോയിങ്സുകളൊക്കെ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഇവിടെ 7 സ്ക്രീൻസാണ്. Audi 7654 7 സ്ക്രീൻസ് ടോട്ടലായിട്ട് അവൈലബിൾ ആണ്. ഇത് ഫുഡ് സ്നാക്സ് മാത്രമേ വന്നിട്ടുള്ളൂ. 10 കാണാം 6. നമ്മുടെ മാൾ ഓഫ് ട്രാവൻകൂറിൽ 6ലാണ് സ്ക്രീൻ റൺ ചെയ്യുന്നത്, പത്താൻ സിനിമ. ഓക്കെ, അപ്പോൾ നമ്മുടെ വന്നിട്ട് 6-8J8 ഫ്രണ്ടിലാണ് നമ്മുടെ സീറ്റ്. Carnival Cinemas, come celebrate. സെവൻത്തിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളാ? ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിനാണ്. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല കിടിൽ. ബാക്കിൽ 2 ലൈറ്റ്, ലോട്ടസ് നമ്പർ 99448 Y
യമനിലെ വണ്ടിയാണോ ഉദ്ദേശിച്ചത്? അറബിയിൽ യമൻ എന്നാണ് എഴുതിയിരിക്കുന്നതാണ് വിശ്വാസം. ലോട്ടസ്. ഇത് പെട്രോൾ ടാങ്ക് ആകാനാണ് സാധ്യത. ഡോറ് സംഭവം തുറക്കാൻ പറ്റത്തില്ല, ലോക്ക് ചെയ്തിരിക്കുകയാണ്. ബാക്കിൽ ഇത് സ്പീക്കറാണോ എന്താണെന്ന് അറിയത്തില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം അറിയാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. എന്തായാലും ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മാൾ ഓഫ് ട്രാവൻകൂറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടിലായിട്ട് നമുക്ക് ഈ ലോട്ടസ് കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിടിലം ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജ് ഒന്നും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. കിടിലൻ കാർ, സൂപ്പർ. എല്ലാവരും വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ.